ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷഹനാസ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ HSST ബോട്ടണി അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം HSST ബോട്ടണിയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും അല്ലേ. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് എന്തായി, നിങ്ങളുടെയൊക്കെ പഠിത്തം എവിടെ വരെയായി, നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയോ? അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് മേടിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്കറിയാം HSA പോലെയല്ല അല്ലേ. ഒരു HSA കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ്. ഒരു HSA പോലെയല്ല. HSST എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം കൂടുതൽ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റാങ്ക് മേടിക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു HSSTയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിലബസിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് നമുക്കറിയാം അല്ലേ. മൊത്തം 100 മാർക്കിനാണ് HSST ബോട്ടണി വരുന്നത്. അതിൽ 30 മാർക്ക് ജനറൽ പേപ്പറിനും അതേപോലെ തന്നെ 70 മാർക്കാണ് എന്തിന് വരുന്നത്, സബ്ജക്റ്റിന് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ മൊത്തം 7 മൊഡ്യൂളുകളുണ്ട്. ഓരോ മൊഡ്യൂളിനും 10 മാർക്ക് വീതമാണ്. അങ്ങനെയാണ് മൊത്തം 70 മാർക്ക് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മൊഡ്യൂളിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല, എല്ലാ മൊഡ്യൂൾസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം എല്ലാ മൊഡ്യൂൾസിൽ നിന്നും എന്തുണ്ട്, 10 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളുകളും വീതം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മറ്റേ ഏതൊക്കെ പാർട്ടായിരിക്കും നമുക്ക് ആദ്യം കൂടുതലായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഫൈക്കോളജി, മൈക്കോളജി, പ്ലാൻ പാത്തോളജി, എംബ്രിയോളജി, അതേപോലെ തന്നെ ടെറിഡോളജി, ജിംനോസ്പേംസ്, മൈക്രോബയോളജി ആൻഡ് പാലിയോ ബോട്ടണി. ഓക്കെ, ഇത്രയുമാണ് ഇതിൽ വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമുക്കിപ്പോൾ ഫൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ആൽഗേനെ പറ്റിയുള്ള സ്റ്റഡീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് വേണമെങ്കിൽ HSAക്ക് വേണ്ടിയിട്ട് ആൽഗേനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ കൂടുതൽ ആൾക്കാരും എന്താണ് ക്ലാസിഫിക്കേഷൻസിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഫ്രിച്ച് ആൻഡ് സ്മിത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ ആദ്യം പഠിച്ചിരിക്കുക. പിന്നെ അതേപോലെ തന്നെ ഓരോ ക്ലാസ്സസിനെ പറ്റിയും, ഓക്കെ, ആൽഗയുടെ ഓരോ ക്ലാസ്സസിനെ പറ്റിയും എന്ത് ചെയ്തിരിക്കുക, അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ക്ലാസ്, ഓരോ ക്ലാസ്സസിന്റെയും സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് മൈക്കോളജി ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മൈക്കോളജിയിലും എന്ത് പഠിക്കുക, ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഓക്കെ, നമ്മൾ ഇപ്പോഴും കൂടുതൽ നമുക്ക് അറിയാൻ പാടാത്ത പോർഷൻസ് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമുക്കറിയാം ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വരാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുള്ള ടൈം കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള പോർഷൻസ് എന്ത് ചെയ്യുക, ആദ്യം പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് മൈക്കോളജിയിൽ ഇതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അലക്സോപോളസ് ആൻഡ് മിംസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ എയിൻസ്വർത്ത് ആൻഡ് ബിസ്ബിയുടെ ക്ലാസിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഓരോ ക്ലാസ്സസ് അല്ലേ, ഒരുപാട് ക്ലാസ്സസ് പഠിക്കാനുണ്ട് ഫംഗസിൻ്റെ, അതും എന്ത് ചെയ്യുക, പഠിക്കുക. അതിൻ്റെ ഓരോ സാലിയൻ ഫീച്ചേഴ്സും കൂടി നോക്കണം. ദെൻ അടുത്ത വരുന്നതാണ് പ്ലാൻ പാത്തോളജി. പ്ലാൻ പാത്തോളജിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മെയിനായിട്ട് നമ്മുടെ ഒരു ടേബിൾ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ പ്ലാന്റ് ഡിസീസസ്, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസംസ്, സിംറ്റംസ്, ഓക്കെ, അതാണ് നമുക്ക് പ്ലാൻ പാത്തോളജിയിൽ മെയിനായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അത് ആ ഒരു രീതിയിൽ പഠിക്കുക. പിന്നെ എങ്ങനെയാണ് ഡിസീസ് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പഠിക്കുവാണെങ്കിൽ കൂടുതലും നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ പിന്നെ വരുന്നതാണ് ഇത് ബ്രയോളജി. ബ്രയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ബ്രയോഫൈറ്റ്സ് ആണ് അല്ലേ. ബ്രയോഫൈറ്റ്സിൽ നമുക്ക് കൂടുതലും എന്താണ്, അതിൻ്റെ മോർഫോളജി, അനാട്ടമിയൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിലും എന്ത് പഠിക്കാനുണ്ട്, കുറച്ച് ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലൈഫ് സൈക്കിളും അതിൻ്റെ മോർഫോളജിയും അതിൻ്റെ അനാട്ടമിയൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലും HSAക്കൊക്കെ പഠിച്ചേക്കണുണ്ട്. അതിൻ്റെയും കൂടി കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് വേഗം തീർക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് എന്ത് പറയുന്നത്, ടെറിഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, ടെറിഡോളജി എന്ന് പറയുന്നത്, ടെറിഡോളജിയിൽ മെയിനായിട്ട് ഇതേപോലെ തന്നെ കുറച്ച് ഗ്രൂപ്പ് പഠിക്കാനുണ്ട്. സൈലോപ്സിഡ, സൈലോടോപ്സിഡ, ലൈക്കോപ്സിഡ, സ്വീനോപ്സിഡ, ടീറോപ്സിഡ, അങ്ങനെ കുറച്ച് ടെറിഡോഫൈറ്റ്സിൻ്റെ കുറച്ച് ഗ്രൂപ്പ്സ് പഠിക്കാനുണ്ട്. അതും എന്ത് ചെയ്യുക, അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി മെയിനായിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഒരു മൈൻഡ് മാപ്പൊക്കെ പോലെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ടെറിഡോഫൈറ്റിൻ്റെ അതിൻ്റെ സീഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കണം. അതേപോലെ തന്നെ അതിൻ്റെ എക്കണോമിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഓക്കെ, ടെറിഡോഫൈറ്റ്സിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
അപ്പോൾ അത്രയും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മൈക്രോബയോളജി ജിംനോസ്പേംസ്. ഓക്കെ, ജിംനോസ്പേംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ജിംനോസ്പേംസിനും ഇതേപോലെ തന്നെ കുറച്ച് ഗ്രൂപ്പ്സ് പഠിക്കാനുണ്ട്. സൈക്കഡോപ്സിഡ, കോണിഫറോപ്സിഡ ആൻഡ് നീറ്റോപ്സിഡ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ പറ്റി ആദ്യം പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുക. അത് ആ ഒരു പാർട്ട് സിമ്പിളാണ്. ദെൻ അടുത്തതാണെന്ന് പറയുന്നത് മൈക്രോബയോളജി അല്ലേ. മൈക്രോബയോളജി നമുക്കറിയാം, ബാക്ടീരിയ, വൈറസ്, അതിനെ പറ്റിയൊക്കെ പഠിക്കുക. ഒരു പോർഷൻ പോലും വിടാണ്ട് അത് മൊത്തം ആദ്യം തന്നെ പഠിക്കുക. എന്നിട്ട് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും കൂടി നോക്കുക. ഓക്കെ, ദെൻ ആ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗമാണെന്ന് പറയുന്നത് പാലിയോ ബോട്ടണി എന്ന് പറയുന്നത്. ഓക്കെ, പാലിയോ ബോട്ടണിയിൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് അതിൻ്റെ ടൈപ്സ് ഓഫ് ഫോസിലൈസേഷൻ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ജിയോളജിക്കലായിട്ടുള്ള ടൈം സ്കെയില്, പിന്നെ ഏതാണ് ഫോസിലായിട്ടുള്ള ടെറിഡോഫൈറ്റ്സും ജിംനോസ്പേംസ് ഒക്കെയാണ് ആ ഒരു പാലിയോ ബോട്ടണിയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 2 പോവാം. മൊഡ്യൂൾ 2 നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു HSIക്ക് വേണ്ടി പഠിച്ച കുട്ടികളാണല്ലോ. അപ്പോൾ നിങ്ങൾ കൂടുതലും മൊഡ്യൂൾ 2 ആദ്യം പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി ടഫായിട്ടുള്ള ഭാഗങ്ങൾ മൊഡ്യൂൾ 2 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ടഫായിട്ടുള്ള പോർഷൻസ് ഒക്കെ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിമ്പിളായിട്ടുള്ള പോർഷൻസിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 ആൻജിയോസ്പേം അനാട്ടമി ഉണ്ട്. ഓക്കെ, അനാട്ടമിക്കലായിട്ടുള്ള ഓരോ പ്ലാന്റിൻ്റെ പേരെടുത്ത്, ഓക്കെ, സയന്റിഫിക് നെയിം ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അനാട്ടമിയുടെ പോർഷൻ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ വരുന്നത് മൈക്രോ ടെക്നിക്ക് ഉണ്ട്. മൈക്രോ ടെക്നിക്ക് നമ്മൾ PGയിലൊക്കെ പഠിച്ചതാണ്. എന്നാൽ കൂടി നമുക്ക് കൂടുതലും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു പോർഷനാണ് എന്ന് പറയുന്നത് മൈക്രോ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓരോ ടെക്നിക്കും നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ആ ഒരു മൈക്രോ ടെക്നിക്കും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ വരുന്നതാണ് എന്ത്, എംബ്രിയോളജി. ഓക്കെ, എംബ്രിയോളജിയും ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസ്പോറോജനസിസ്, മെഗാസ്പോറോജനസിസ്, പോളിനേഷൻ എങ്ങനെയാണ്, എൻഡോസ്പേം എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുന്നതാണ് എംബ്രിയോളജി. അതിലും എന്ത് ചെയ്യുക, പാടായിട്ടുള്ള, നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന പോർഷൻസ് തന്നെ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, സിമ്പിളായിട്ടുള്ള പോർഷൻസിലേക്ക് പോവുക. ദെൻ വരുന്നതാണ് പാലിനോളജി. ഓക്കെ, പാലിനോളജിയിൽ വരുന്നത് എന്താണ്, നമുക്കറിയാം അല്ലേ, പോളനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ത് പറയുന്നത്, പാലിനോളജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ NPC സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ, അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ള പഠിക്കുക. അതേപോലെ തന്നെ ഡോക്ടർ PKK നായരുടെ കോൺട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പാലിനോളജിയും ടാക്സോണമിയുമായിട്ടുള്ള റിലേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ അതൊക്കെ തന്നെ ആദ്യം തന്നെ പഠിക്കുക. ഓക്കെ, എയറോ പാലിനോളജി അതൊന്നും നമ്മൾ ഒരുപാടൊന്നും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എയറോ പാലിനോളജി, അതേപോലെ തന്നെ മെല്ലിറ്റോ പാലിനോളജി, പോളൻ അലർജീനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോവുക. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലാൻ ബ്രീഡിംഗ് ആണ്. ഓക്കെ, പ്ലാൻ ബ്രീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഏതൊക്കെയാണ്, ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൻ്റെയും പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ. പ്ലാൻ ബ്രീഡിംഗ് വഴി ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവർക്കും എന്ന് പറഞ്ഞാൽ ഓരോ അച്ചീവ്മെൻറ്റ്സിന് അതിൻ്റെ പേരൊക്കെ മറന്നു പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടേബിളൊക്കെ വരച്ച് ആ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ പഠിക്കുക. അതേപോലെ തന്നെ പ്ലാൻ ബ്രീഡിങ്ങിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അതെല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ആ ഒരു മൊഡ്യൂളിൽ ലാസ്റ്റ് വരുന്നതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എവല്യൂഷനിൽ ജസ്റ്റ് തിയറീസ് ഓഫ് എവല്യൂഷനും അതേപോലെ തന്നെ സ്പീസിയേഷനുമേ പഠിക്കാനുള്ളൂ. എന്നാലും അതും കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3യിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് മൊഡ്യൂൾ 3യിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മൊഡ്യൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് മൊഡ്യൂൾ 3യിൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് ടഫായിട്ടുള്ള, ഓക്കെ, കുറച്ചും കൂടി ടഫായിട്ടുള്ള പോർഷൻസ് മൊഡ്യൂൾ 3യിലുണ്ട്. ലൈക്ക് ടാക്സോണമി നമുക്കറിയാം അല്ലേ, എല്ലാവർക്കും മിക്കവർക്കും ടാക്സോണമിയൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഫാമിലീസിൻ്റെ പേരും അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ പഠിക്കാനായിട്ട് പാടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ടഫായിട്ടുള്ള പോർഷൻസ് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ ടാക്സോണമിയിൽ നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, ഓരോ ഫാമിലീസിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പഠിക്കുക. ദെൻ വരുന്നത് മോർഫോളജിയാണ്. മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ പാർട്സിനെ പറ്റി അല്ലേ, ഫ്ലവർ, സ്റ്റെം, റൂട്ട്, ആ ഓരോ പാർട്ടിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ദെൻ വരുന്നതാണ് എന്ത്, എക്കണോമിക് ബോട്ടണി. ഓക്കെ, എക്കണോമിക് ബോട്ടണിയിൽ ഉറപ്പായിട്ടും എന്ത് ചോദിക്കാം, അതിൻ്റെ ഓരോ പേര്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, ആ ഒരു രീതിയിലായിരിക്കും എക്കണോമിക് ബോട്ടണിയിൽ വരുന്നത്. സീരിയൽസ്, മില്ലറ്റ്സ്, പൾസസ്, വെജിറ്റബിൾസ്, സ്പൈസസ്, ഓരോന്നിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോന്നിനും
ഓരോന്നിൻ്റെയും സയൻറ്റിഫിക് നെയിം എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ് എന്നുള്ളത് ഒരു ടേബിൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമായിട്ട് ആ ഒരു പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എത്തനോബോട്ടണിയാണ് അല്ലേ. എത്തനോബോട്ടണിനെ പറ്റിയുള്ള സ്റ്റഡീസിനെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ SK ജെയിനിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ കോമൺ പ്ലാന്റ്സ്, എത്തനോബൊട്ടാണിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പേരും അതിൻ്റെ യൂസസും ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഫൈറ്റോജിയോഗ്രഫിയാണ് അടുത്തത് വരുന്നത്. ഫൈറ്റോജിയോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫാക്ടേഴ്സ്, പ്ലാന്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഫൈറ്റോജിയോഗ്രഫിക്കൽ സോൺസ്, ഇന്ത്യയിലുള്ള ഫൈറ്റോജിയോഗ്രഫിക്കൽ സോൺസിനെ പറ്റി പഠിക്കാനുണ്ട്. സോയിൽ, ക്ലൈമറ്റ്, വെജിറ്റേഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ എന്നൊക്കെ പഠിക്കാനുണ്ട്. അത് കൂടുതലും ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പഠിക്കുക. കാരണം അതൊക്കെ കുറച്ചും കൂടി നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ അതൊക്കെ ആദ്യം പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഫെമിലിയർ ആയതൊക്കെ പിന്നെ പഠിക്കാനായിട്ട് നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ വരുന്നത് ഫോറസ്റ്റ് ബോട്ടണിയാണ്. ഫോറസ്റ്റ് ബോട്ടണിയിൽ ഫോറസ്റ്റ് പ്രൊഡക്ട്സിനെയൊക്കെ പറ്റിയാണ്. മേജർ ആയിട്ടുള്ള മൈനർ ആയിട്ടുള്ള ഫോറസ്റ്റ് പ്രൊഡക്ട്സിനെ പറ്റിയും അതേപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ പ്രത്യേകതകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, ഫോറസ്റ്റ് ബോട്ടണിയിൽ വരുന്നത്. ദെൻ ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് എന്ത് പറയുന്നത്, എൻവയോൺമെൻറ്റൽ ബയോളജി എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റൽ ബയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടല്ലേ എക്കോളജി, എക്കോസിസ്റ്റത്തിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് എന്ത്, എൻവയോൺമെൻറ്റൽ ബയോളജി. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. എന്നാലും UNEP, IUCN, MAB, എർത്ത് സബ്മിറ്റ്, CBD ഇതൊക്കെ എന്ത് ചെയ്യുക, അതിനെയൊക്കെ പറ്റി അതിൻ്റെയൊക്കെ പ്രത്യേകതകളും എല്ലാം എന്ത് ചെയ്യുക, ആദ്യം തന്നെ നോക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 കണ്ടോ ആകെ 2 പാർട്ട് മാത്രമേ വരുന്നുള്ളൂ. ഏതാണ്, സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി ആൻഡ് ജെനറ്റിക്സ്. അപ്പോൾ ആ ഒരു 2 പാർട്ടേ ഉള്ളൂ ആ ഒരു മൊഡ്യൂളിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു മൊഡ്യൂളിൽ ആ ഒരു പാർട്ടുകൾ തന്നെ അത്രക്കും ഭയങ്കര ടഫായിട്ടുള്ളതാണ് അല്ലേ. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി എന്ന് തന്നെ നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം, DNA റെപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ, ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, അതെല്ലാം ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. ഓരോ എൻസൈംസും ഓരോന്നിനും ഹെൽപ്പ് ചെയ്യുന്ന ഓരോ എൻസൈംസിനെയും പറ്റി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പാർട്ടിൽ നിന്ന് 10 മാർക്കാണുള്ളത്. ആ ഒരു 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ജെനറ്റിക്സ്, മെൻഡേലിയൻ ജെനറ്റിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ജീൻ സിന്തസിസിനെ പറ്റി പഠിക്കാനുണ്ട്, പോപ്പുലേഷൻ ജെനറ്റിക്സ് പഠിക്കാനുണ്ട്, ഹ്യൂമൻ ജെനറ്റിക്സ് പഠിക്കാനുണ്ട്. എല്ലാം തന്നെ അതിൽ വരും. അപ്പോൾ അതെല്ലാം തന്നെ ഒരു പോർഷൻ പോലും വിടാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ദെൻ മൊഡ്യൂൾ 5 നോക്കാം. മൊഡ്യൂൾ 5 മെയിനായിട്ട് നമ്മുടെ പ്ലാന്റ് ഫിസിയോളജിയാണ് അല്ലേ. പ്ലാന്റ് ഫിസിയോളജി അതും കുറച്ച് ടഫായിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ്. പ്ലാന്റ് ഫിസിയോളജിയിൽ C3 പാത്വേ, C4, CAM പാത്വേ, അതേപോലെ തന്നെ റെസ്പിറേഷൻ എങ്ങനെയാണ്, റെസ്പിറേഷൻ പ്ലാന്റ്സിൽ നടക്കുന്ന റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ്, അതെല്ലാം എന്താണ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് എന്താണ്, ടഫാണ്. ടഫായിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പിന്നെ ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയിൽ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, അതിൻ്റെ ഓരോ സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷൻ, മെറ്റബോളിസം, അതൊക്കെ നമ്മൾ കൂടുതലും പെട്ടെന്ന് മറന്നു പോകുന്നതാണ് അല്ലേ. പെട്ടെന്ന് നമ്മൾ മറന്നു പോകും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒരു മൈൻഡ് മാപ്പോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാപ്പൊക്കെ പോലെ വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ കയറുകയും മറന്നു പോകാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഈ ഒരു ടഫായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. പിന്നെ അടുത്തത് ബയോഫിസിക്സ് കൂടുതൽ നമുക്കറിയാം അല്ലേ, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. pH, ബഫർ, അതേപോലെ തന്നെ എന്താണ് ക്രോമറ്റോഗ്രാം, അതേപോലെ തന്നെ ഇലക്ട്രോഫോറസിസ് ഉണ്ട്, സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് നമുക്ക് ബയോഫിസിക്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതലും ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ കുറച്ച് ടഫായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ആദ്യം തന്നെ പഠിക്കണം. ദെൻ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്. അതിൽ സാമ്പിളിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, പ്രോസസ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എങ്ങനെയാണ് വരുന്നത്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി, എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറച്ച് പാർട്ടാണ് വരുന്നത്. അതൊക്കെ കുറച്ചും കൂടി നമുക്ക് എന്താണ് കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. കുറച്ചും കൂടി ഡ്രൈ ആണ്, നമ്മൾ അത്ര അങ്ങനെ പഠിക്കാത്തതാണ്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കുകളുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടമുള്ള ടോപ്പിക്കും ഈ ഒരു ഡ്രൈ ടോപ്പിക്കായിട്ട് മിക്സ് ചെയ്തൊക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബോറടിക്കില്ല. രണ്ടും കൂടി മിക്സ് ചെയ്തൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ബോറിംഗ് ആവില്ല പഠനം. കുറച്ചും കൂടി മിക്സ് ചെയ്തൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നതും ഇഷ്ടമുള്ള ടോപ്പിക്കിൻ്റെ കൂടെയൊക്കെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാം. ദെൻ അതാണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. ദെൻ മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 വരുന്നത് ബയോടെക്നോളജി അല്ലേ. പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ
ആ ഒരു ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പഠിക്കാനുണ്ട് അല്ലേ. DNA മാർക്കറിനെ പറ്റി പഠിക്കാനുണ്ട്, ബ്ലോട്ടിംഗ് ടെക്നിക്സ് പഠിക്കാനുണ്ട്, അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ദെൻ ബയോ ഇൻഫോർമാറ്റിക്സ്. ഓക്കെ, ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ് ബയോ ഇൻഫോർമാറ്റിക് റിസോഴ്സസ് ഏതൊക്കെയാണ്, ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ടൂൾസ് അല്ലേ, ബ്ലാസ്റ്റ്, ക്ലസ്റ്റൽ-X, ക്ലസ്റ്റൽ-W, ഫിലിപ്പ്, ജെൻസ്കാൻ, അതേപോലെയുള്ള ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ടൂൾസ് പഠിക്കാനുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും പഠിക്കാനുണ്ട്. ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഓരോ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീപ്പായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആണ് ആ ഒരു മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ബയോളജിയിലുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, പിന്നെ കമ്പ്യൂട്ടർ പാക്കേജസ് ഫോർ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതേപോലെ തന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനെയൊക്കെ പറ്റി പഠിക്കാനുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ കൂടുതലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് മൊഡ്യൂളായിട്ട് വരുന്നത് റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് ആണ്. ഓക്കെ, റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബോട്ടണിയിൽ വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ, ബോട്ടണിയിൽ പല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു റീസെൻ്റ് ഡെവലപ്മെൻറ്റുമാണ് ആ ഒരു 10 മാർക്കിൽ നമുക്ക് വരുന്നത് എന്താണ്, റീസെൻ്റ് ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ നമ്മൾ ജനറൽ നോളജ് അല്ലേ, ജനറൽ ആയിട്ടുള്ള ബോട്ടണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും മൊഡ്യൂൾസാണ്, ഈ ഒരു 7 മൊഡ്യൂൾസാണ് എന്തിൽ വരുന്നത്, ഈ ഒരു ബോട്ടണിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ബോട്ടണിയിൽ 7 മൊഡ്യൂൾസ് ഉണ്ട് അല്ലേ, 70 മാർക്കിനുള്ള 7 മൊഡ്യൂൾസും കുറച്ച് ഡീപ്പായിട്ടാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ HSSTൻ്റെ നോട്ടിഫിക്കേഷൻ, ബോട്ടണിയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം ലാസ്റ്റ് തന്നെ എന്തായാലും വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്